ദർസ് ദവ സമിതിയുടെയും യൂത്ത് റിലീഫ് ആൻഡ് വെൽഫെയർ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ പി അബ്ദുൽ നാസർ മാസ്റ്റർ അനുസ്മരണവും ധനസഹായ വിതരണവും ദവ സെന്ററിൽ സംഘടിപ്പിച്ചു. സയ്യിദ് സമാഹ് അൻവരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കായണ്ണ വലിയ ജുമുഅ മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിലുള്ള ദർസ് ദവ സമിതിയുടെയും യൂത്ത് റിലീഫ് ആൻഡ് വെൽഫെയർ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കായണ്ണ വലിയ ജുമുഅ മസ്ജിദ് മഹല്ലിലെ 80 വയസ്സ് പൂർത്തിയായവർക്കുള്ള ധനസഹായ പദ്ധതിയായ വയോമിത്ര പദ്ധതിയുടെ ധനസഹായ വിതരണ ഉദ്ഘാടനവും മഹല്ല് കമ്മിറ്റിക്ക് കീഴിലുള്ള പാലിയേറ്റീവ് സംരംഭത്തിലേക്ക് ഗ്ലോബൽ യൂണിറ്റി ഓഫ് കായണ്ണ റീജിയൻ ബഹ്റൈൻ ചാപ്റ്റർ നൽകിയ പാലിയേറ്റീവ് ഉപകരണ സമർപ്പണവും അക്കാലത്തിൽ വിട പറഞ്ഞ പി അബ്ദുൽ നാസർ മാസ്റ്ററുടെ അനുസ്മരണവും മഹല്ല് ദഅവ സെന്ററിൽ സംഘടിപ്പിച്ചു. ഔപചാരിക ഉദ്ഘാടനവും വയോമിത്ര പദ്ധതിയുടെ ധനസഹായ വിതരണ ഉദ്ഘാടനവും സയ്യിദ് സമാഹ് അൻവരി തങ്ങൾ നിർവഹിച്ചു. അതിലൊരു പാലിയേറ്റീവ് ഉപകരണ സമർപ്പണം നടക്കുന്ന വളരെ പ്രാധാന്യമുള്ള പൈസ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ സംഗതിക്കും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം സാമൂഹിക സേവനത്തെ സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിക്കുക എന്നത് വിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ് സ്വാഗതത്തിൽ അറിയിച്ചതുപോലെ മഹല്ല് കമ്മിറ്റി പുതുതായി വന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ആ ഒരു മേഖലയിലേക്ക് ചിന്തിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭംഗിയായ രീതിയിൽ അത് പൂർത്തീകരിക്കുവാൻ ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ വെച്ച് അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം. നമുക്കറിയാം മദീനത്തെ പള്ളിയെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഗ്ലോബൽ യൂണിറ്റി ഓഫ് കായണ്ണ റീജിയൻ ബഹ്റൈൻ ചാപ്റ്റർ മഹല്ല് കമ്മിറ്റിക്ക് നൽകിയ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ സമർപ്പണം GCC പ്രതിനിധികളായ മുനീർ PK, അബ്ദുൾ റസാഖ് MK, ജാബിർ MT, നിസാർ K എന്നിവർ നിർവഹിച്ചു. ഡോക്ടർ KK ഇസ്മായിൽ ഫൈസി, പി അബ്ദുൽ നാസർ മാസ്റ്റർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൗവനത്തിൽ തന്നെ സംഘടനാ രംഗത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് കർമ്മനിരതനായിരുന്നു അദ്ദേഹം എന്ന് പറയാനാണ്. ഇപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നാസർ വിടവാകുമ്പോൾ നമ്മുടെ മഹലിന്റെ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പലപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറയാനുണ്ടായിരുന്നത് നമ്മുടെ മഹല്ല് പ്രവർത്തനം സിസ്റ്റമാറ്റിക് ആവുക എന്നാണ്. അതായത് പലയിടത്തും അങ്ങനെയല്ല എന്നതായിരുന്നു അതിന് കാരണം. ഉദാഹരണത്തിന് പലയിടത്തും കമ്മിറ്റികളുണ്ട്, ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടാകും. ഉസ്താദ് അബൂബക്കർ സിദ്ദിഖ് ലത്തിഫി, ഷിഹാബുദ്ദീൻ സൈനി തുടങ്ങിയവർ ദിക്ർ ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. കായണ്ണ വലിയ ജുമുഅ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സി അബ്ദുറഹ്മാൻ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി MC അസൈനാർ, വർക്കിംഗ് പ്രസിഡന്റ് CK കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മഹല്ല് വൈസ് പ്രസിഡന്റ് PK മൂസ ഹാജി, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ദർസ് ദവ സമിതി അംഗങ്ങളായ മുഹമ്മദ് തണ്ടോറ, P ഷെറീജ്, P അബ്ദുൾ റസാഖ്, റിലീഫ് സമിതിയുടെ ചെയർമാൻ MC പോക്കർ, PP അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. വർക്കിംഗ് സെക്രട്ടറി P മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും ട്രഷറർ P സമീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.